ലൂസിഫർ 2 ദ എമ്പുരാൻ ഇപ്പൊ കണ്ടു വന്നേ ഉള്ളൂ. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊള്ളാം. നല്ലൊരു എന്താ പറയാ, ഇപ്പൊ പൃഥ്വിരാജ് സുകുമാരന്റെ ഒരു ഇന്റർനാഷണൽ പാൻ ഇന്ത്യൻ മൂവി എന്ന് വേണേൽ പറയാം. അമ്മാതിരി മേക്കിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. രാവിലെ മുതൽ സിനിമ കണ്ടവരും അല്ലെങ്കിൽ കാണാത്തവരും ഒക്കെ ആയിട്ട് ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും ഡിഗ്രേഡിംഗ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് പോയത്. കുറെയൊക്കെ അവോയ്ഡ് ചെയ്തു, എങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു ഒപ്പീനിയൻ വേണമല്ലോ. അപ്പൊ അങ്ങനെ പോയി കണ്ടു. അപ്പോൾ പറയാനുള്ളത്, ഡീഗ്രേഡ് ചെയ്യുന്ന അത്രയും മോശമായിട്ടുള്ള സിനിമയല്ല. എന്നാൽ ഒരുപാട് നെഗറ്റീവ്സും പടത്തിലുണ്ട്. അതൊക്കെ ഞാൻ പറയാം. ഇപ്പൊ ഇതിന്റെ നല്ല കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മേക്കിംഗ്, അത് നമുക്കൊന്നും പറയാനില്ല. ഒരു തുടക്കം തന്നെ ഇൻട്രോ സീൻസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർത്തിൽ നടക്കുന്ന കുറച്ച് കലാപങ്ങളും ക്യാവസും കാര്യങ്ങളൊക്കെയാണ്. ഒരു 10-30 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു കുറച്ച് സീക്വൻസ് ഉണ്ട്. അത് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു രക്ഷയില്ല. അമ്മ അതൊരു വയലൻസ് ആയിട്ടാണെങ്കിൽ വയലൻസും ഉണ്ട്. എന്നാൽ ആ ഒരു മേക്കിംഗ് ഒക്കെ അന്യായ മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ഇറാഖിലുള്ള കുറച്ച് ഷോട്ട്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതും അവിടുന്ന് പിന്നീട് മാറുക. അതിന്റെ ഗ്രേഡിങ് ഫുള്ള് മാറി, മേക്കിംഗ് സ്റ്റൈല് മാറി, ഒരു ഇന്റർനാഷണൽ സ്റ്റഫ്. ലൈക്ക് നമ്മൾ ഒരു ഹോളിവുഡ് മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ. മലയാള സിനിമയിൽ ഇന്നേ വരെ ഇതിനൊക്കെ ഒരു ഹോളിവുഡ് ഒരു മേക്കിംഗ് വന്നിട്ടില്ല. ഈ മോളിവുഡിൽ നമ്മൾ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ടൈപ്പ് ഒരു മേക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമ കാണുവാണെന്ന് പോലും വിചാരിച്ചു. ആ രീതിയിലുള്ള മേക്കിംഗ്. അവിടുന്ന് പിന്നീട് ഇൻട്രോയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പൃഥ്വിരാജ് ഈ ഇടയ്ക്ക് ഇന്റർവ്യൂവിൽ പറഞ്ഞതാ, ഈ എടുത്തിരിക്കുന്ന, അതായത് സിനിമയ്ക്ക് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്ന ക്യാഷ് മുഴുവൻ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളത് കറക്റ്റാണ്. മോഹൻലാലിന്റെ ഇൻട്രോയ്ക്ക് മുമ്പ് എന്തൊക്കെ അവിടെ നടക്കുന്ന ഒരു 3 കണ്ടെയ്നർ, അത് ഒരു 3 ഹെലികോപ്റ്ററുകൾ എല്ലാം കൂടെ ഒക്കെ വന്നിട്ട് ഒരു വിഷയ സാധനമാണ്. മേക്കിങ്ങിനൊക്കെ അന്യായ മേക്കിങ്, അടിപൊളി സാധനം. അതിനുശേഷം പിന്നീട് ലാലേട്ടന്റെ ഇൻട്രോ, നമ്മുടെ ലൂസിഫറിലേതുപോലെ തന്നെ ഇതിലും ലാലേട്ടന്റെ സ്ക്രീൻ ടൈം ഒക്കെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും കാണിക്കുന്ന ഓരോ സീൻസിലും ആ ഒരു രീതിയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ടൈം ഒരു ഇൻട്രോ കാണിക്കില്ല, അതുപോലെയാണ് എല്ലാ വട്ടവും ലാലേട്ടനെ കാണിക്കുമ്പോൾ അവരെടുത്ത് വെച്ചിരിക്കുന്നത്. ഓവറോൾ ഫസ്റ്റ് ഹാഫ് എല്ലാം നൈസാണ്. ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ, കുറച്ച് പൊളിറ്റിക്സ് ആണ് മെയിനായിട്ടും കാണിക്കുന്നത്. പൊളിറ്റിക്കലി കഥ പറഞ്ഞു പോകും. പിന്നീട് ഇതിൽ കുറച്ച് ഡ്രോബാക്സും കാര്യങ്ങളെന്നൊക്കെ പറയാൻ, എനിക്ക് ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇപ്പൊ നമ്മൾ ലൂസിഫറിൽ ദീപക് ദേവ് എങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്കറിയാം. അതിലെ മറ്റേ ആ കടവുള പോലെ എന്നുള്ള സോങ്, അവസാനത്തെ റഫ്താര, പിന്നെ അവസാനം ഖുറേഷ്യയുടെ ആ ഒരു ഇൻട്രോ വരുമ്പോൾ ഉള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അല്ലെങ്കിലും ആ ഒരു പടത്തിലെല്ലാം അത്യാവശ്യം നല്ല ക്ലാസ് ആയിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരുന്നത്. എന്നാൽ ഇതിലേക്ക് വരുമ്പം പല സ്ഥലങ്ങളിലും ഒരുപാട് മിസ്സിംഗ് ഉണ്ട്, എന്തൊക്കെയോ മിസ്സിംഗ് ഉണ്ട്. കാരണം ഇപ്പോ പല ഫൈറ്റ് സീൻസിന്റെയും ഇടയ്ക്ക് നമുക്ക് ആ ഒരു കുറച്ച് എഫക്റ്റീവ് ആവണമെങ്കിൽ അതിനകത്ത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ ബ്ലെൻഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കണക്ട് ആവത്തുള്ളൂ. ഇത് അതിൽ ഇല്ല. അവസാനത്തെ ഫൈറ്റ് സീനിലായാലും ഒരു ഫിർസിന്ദ എന്ന് പറയുന്ന ഒരു ഹിന്ദി സോങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനായാലും അല്ലെങ്കിൽ മറ്റേ ജംഗിൾ ഫൈറ്റ്, ആ ഫൈറ്റ് ഒന്നും പറയാനല്ലോ കേട്ടോ. ഫൈറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഫൈറ്റിനകത്ത് നമ്മുടെ സ്റ്റീഫനാണ് വരുന്നത്, ഖുറേഷ്യല്ല. അത് ഒരു രക്ഷയില്ലാത്ത ഫൈറ്റാണ്. പക്ഷെ അതിനകത്തും യൂസ് ചെയ്തിരിക്കുന്ന സോങ് നമ്മുടെ മറ്റേ കടവള പോലെ എന്ന് പറയുന്ന സോങ് ആണെങ്കിൽ കൂടിയും അത് എടുത്തിട്ട് അത് വേറൊരു രീതിയിലാക്കി ചെയ്തിരിക്കുക. അതിനും ബെറ്റർ എനിക്ക് തോന്നുന്നു ആ കടവള പോലെ എന്ന് പറയുന്ന സോങ് തന്നെ എടുത്തിട്ടാൽ മതിയായിരുന്നു, കുറച്ചും കൂടെ നമുക്ക് എഫക്റ്റീവ് ആയിരുന്നു. പക്ഷെ അത് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ആ ഒരു സോങ് ആയാലും അല്ലെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കുറെ ആ തുടക്കം എല്ലാം അടിപൊളിയായിരുന്നു. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും സ്കോർ ആയാലും അല്ലെങ്കിൽ എങ്ങനെയാണ് പോകുന്നതെല്ലാം നൈസായിരുന്നു. പക്ഷെ പിന്നീട് പോകെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിസ്സായി തുടങ്ങി. ഈ ലൂസിഫർ ഒക്കെ നമ്മൾ ഇപ്പം വീണ്ടും കാണുമ്പോഴെല്ലാം അത് വെറും ഒരു പൊളിറ്റിക്കൽ മൂവി മാത്രമായിട്ട് കാണുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അതിനകത്ത് ഒരുപാട് ലേയേഴ്സ് ഉള്ള കാര്യം, അല്ലെങ്കിൽ ഈ ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന സംഭവം, മോഹൻലാലിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൽ വരുന്ന ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. നമ്മളത് നോക്കി പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആവും. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ മൂവി ആയിട്ട് മാത്രം കാണുന്ന ആളുകൾ നേരെ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആക്ച്വലി ചിലപ്പോൾ ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, സെക്കൻഡ് പാർട്ടിൽ അവർ കൂടുതലും പൊളിറ്റിക്സ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇപ്പോ ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചു പോയത്, അല്ലെങ്കിൽ ഇപ്പോ എബ്രാം ഖുറേഷി ആരാണ്, പുള്ളിക്കാരന്റെ ബാക്കി കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള ആ ഒരു സംഭവങ്ങൾ, ആ ഒരു കോൺസ്പിറസി തിയറീസ് നമുക്ക് ഒരുപാട് നമ്മൾ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇല്ലുമിനാറ്റി അവരെന്തൊക്കെയാണ്, അവരാരൊക്കെയാണ്, സീക്രട്ട് സൊസൈറ്റി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ.
എന്നാൽ ഇതിൽ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും ഇല്ല. കാരണം ഫസ്റ്റ് പാർട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റിങ്ങിനകത്ത് ആ ഒരു ഈഗിളൊക്കെ വെച്ചിട്ട് മറ്റേ സിക്കാഡ എന്ന് പറയുന്ന സംഭവം, അത് ഒക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് അങ്ങനെ ഒരു സംഭവം നമുക്ക് ഈ ഒരു സിനിമയിൽ ഇല്ല ആക്ച്വലി. വെറും ഒരു പൊളിറ്റിക്കൽ ഡ്രാമ ത്രില്ലറാക്കി മാറ്റിയിട്ട് അതിനകത്ത് അബ്രഹാം ഖുറേഷി വരികയും, എന്നാൽ അതിൽ പാരലായിട്ട് പുള്ളിയുടെ കഥയും കാണിക്കുന്നുണ്ട്. പുറത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇൻസിഡന്റും കബൂഗ എന്ന് പറയുന്ന ആ ഒരു ക്ലാനുമായിട്ടുള്ള വാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഒരു ലൂസിഫർ 1 വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്സിംഗ് വരുന്നുണ്ട് ഈ പടത്തിൽ. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എന്നാൽ മേക്കിംഗ് വൈസ് ആയാലും അതിന്റെ ക്യാമറ ആയാലും കൊറിയോഗ്രാഫി, ആക്ഷൻ ഫൈറ്റ്സ് ഒക്കെ നൈസാണ്. സ്റ്റോറിയിലാണ് സ്റ്റോറിയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമാണ് എനിക്ക് അങ്ങോട്ട് കിട്ടാഞ്ഞത്. അതും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ ഒരു പ്രതീക്ഷിച്ചു പോയ സാധനത്തിന് പെർഫെക്റ്റ് ആയിരുന്നു അത്. ഇതില് എനിക്കിപ്പോ പറയാനുള്ളത്, മുരളി ഗോപി പുള്ളിക്കാരന്റെ റൈറ്റിംഗ് സ്റ്റൈലില്, അല്ലെങ്കിൽ ഇതിന്റെ ട്രെയിലർ വന്നപ്പോഴേ എനിക്ക് കത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. പുള്ളി ബാക്കി സിനിമകളിൽ, പുള്ളിയുടെ തന്നെ സിനിമകളിൽ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്തെ കുറച്ച് സ്റ്റഫുകൾ കൊണ്ടുവരുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതെന്തായാലും ഉണ്ട്, പടത്തിലുണ്ട്. അത് അതൊരു സ്റ്റോറി ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് പടം ലീഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്ലാൻ ആയിരുന്നു. അത് ഒരു പൊളിറ്റിക്കൽ ഡ്രാമ എന്നോണം പോയതുകൊണ്ട് എനിക്കത് അങ്ങോട്ട് അത്രയും ദഹിച്ചില്ല. പിന്നെ ഈ പറയുന്ന ഖുറേഷി അബ്രഹാമിന്റെ ആ ഒരു പാർട്ടുകൾ കുറവായതുകൊണ്ടും, അത് അടുത്ത പാർട്ടിൽ L3 വരുന്നുണ്ട്. അപ്പൊ L3യുടെ വില്ലനെ എല്ലാം ഇതിനകത്ത് അവസാനം കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എൻ ക്രെഡിറ്റ് സീൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, നമ്മൾ നോക്കിയിരുന്നത് കണ്ടില്ല. അതെന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്താന്ന് വെച്ചാൽ പറയും. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ എന്തായാലും പടം നമ്മൾ കൊടുക്കുന്ന കാശിനെ വെറുത്താട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിരുന്ന തിയേറ്ററിൽ കാണുന്ന, അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ OTT വരുമ്പം കണ്ടിട്ട് പടം കൊള്ളില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. കാരണം നമ്മൾ നമ്മുടെ ഒരു സ്പേസിൽ മാത്രമേ ഇത് കാണേണ്ട സിനിമയല്ല. കുറച്ച് പാക്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. കൊടുക്കുന്ന കാശിന് വെറുത്താണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മളൊരു ആസ് എ മോറൽ ഫാൻ എനിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പടം മൊത്തത്തില്. ആ തിയേറ്ററിൽ നിന്ന് കാണുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പടം പെർഫെക്റ്റ്. അപ്പൊ എന്തായാലും നിങ്ങളും കൂടെ പോയി തിയേറ്ററിൽ കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.